നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. മറ്റാരും അറിയാതെയാണെങ്കിലും നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളോട് സംസാരിക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് സംസാരിക്കുവാനും കൂട്ടുകൂടി മുന്നോട്ട് പോകുവാനുമൊക്കെ ഈ വ്യക്തി അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ചുള്ള താല്പര്യ കൂടുതൽ തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. നിങ്ങളില്ലാതെ ആയപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയപ്പോൾ ഈ വ്യക്തി ആകെ ഒരു ധർമ്മസങ്കടത്തിലേക്ക് മാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പു വന്നതിന് ശേഷമാണ് നിങ്ങളെ തേടിയുള്ള യാത്ര ഈ വ്യക്തി ആരംഭിച്ചത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ സാന്നിധ്യം വേണ്ട എന്നുള്ള മനോഭാവത്തിലായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. നിങ്ങളുമായി വളരെ രസകരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിരിയും സംസാരവും ഊർജ്ജസ്വലതയും നിങ്ങളുടെ നല്ല മനസ്സും ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെ മനസ്സിലേക്ക് പതിഞ്ഞു വെച്ചിരിക്കുകയാണ്. നെഞ്ചോട് ചേർത്ത് വെക്കാവുന്ന വിധത്തിലുള്ള അങ്ങേയറ്റമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് സമ്മാനിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ തേച്ചു മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ ഒരു ദൂതായിട്ടെങ്കിലും, ഒരു കാറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റാരിലൂടെയെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരു വാക്ക് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥയിലേക്കോ മാറിപ്പോയത് കൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് ധൈര്യപൂർവം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് മുഖം തരുവാനോ തൻ്റെ ഇടത്തോടെ നിങ്ങളുടെ മുഖത്ത് നോക്കുവാനോ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ലജ്ജ, നാണക്കേട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തൻ്റെ ഇടത്തോടെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ എന്തെങ്കിലും അത്തരം ഒരു പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ആ തെറ്റ് നിങ്ങൾ പൊറുക്കാനും തയ്യാറല്ലായിരിക്കാം. ഈ വ്യക്തി പല പ്രാവശ്യവും നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ക്ഷമിക്കണം, പൊറുക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാരണവശാലും ഈ വ്യക്തിയോട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊറുക്കാനുള്ള മനസ്സില്ലായിരിക്കാം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പോലും തെറ്റുകളിലൂടെ ഓരോ മനുഷ്യരും സത്യങ്ങൾ മനസ്സിലാക്കട്ടെ, തൻ്റെ തെറ്റെന്താണെന്നും തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണെന്നും സ്വയം മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ, അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് അഹങ്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കഠിനമായിട്ടുള്ള ഉള്ളവരാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വളരെയധികം വെറുപ്പാണ് നിങ്ങൾക്ക്, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കാത്തത് എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ വ്യക്തി തൻ്റെ സ്വയം തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി വീണ്ടും തിരിച്ചു വരട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ പല സാഹചര്യങ്ങളിലൂടെയും പല വഴിയിലൂടെയും ഈ വ്യക്തിയെ തേടിയും നിങ്ങളെ തേടിയും വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്കോ ഈ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്കോ പോകാൻ തയ്യാറല്ല. പോകാൻ അങ്ങേയറ്റം ഭയമാണ്. കാരണം ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ശക്തമായിട്ടുള്ള നടപടി ഈ വ്യക്തിക്ക് നേരെ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്നുള്ള സത്യം ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് മറ്റു പല ബന്ധങ്ങളിലേക്കൊന്നും പോവുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഈ വ്യക്തി വളരെയധികം യാദൃശികമായി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു കടന്നു കയറി വന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി എന്നും സന്തോഷിക്കുന്നു. ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവരാകാം, പണ്ടെപ്പോഴോ കണ്ട് സംസാരിച്ചു പോയവരാകാം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ച് പല പല സ്ഥലങ്ങളിലും ജീവിച്ചവരാകാം. അതായത് നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് പോലും ആ ഒരു ജില്ലയിൽ പോലും ആയിരിക്കില്ല ഈ വ്യക്തിയുടെ വീട്. അത്രയും ദൂര സ്ഥലത്ത് നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ഇങ്ങനെ ഒരു വ്യക്തിയെ പ്രണയിക്കുമെന്ന് നിങ്ങൾ പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല, ഈ വ്യക്തിയും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തും ഈ ഒരു പ്രണയബന്ധം ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി താൻ ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്ന് വിചാരിച്ച് ദൃഢനിശ്ചയത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുമായി പ്രണയത്തിലാകുന്നതും. ഏകദേശം നിങ്ങളുടെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും വളരെയധികം ഏകാന്തതയുടെ നടുവിൽ മുങ്ങി നിവർന്നു പോവുകയാണ് ഈ വ്യക്തി ഇപ്പോൾ. ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് ജീവിതം ചെലവഴിക്കാനും തനിക്കിനി ആകില്ല എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് ഈ വ്യക്തിയെ മടുപ്പിക്കുന്നത്. ഈ വ്യക്തി പല രീതിയിലും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലതൊന്നും സാധിച്ചിട്ടില്ല. ഈ വ്യക്തിയെ വഴിതെറ്റിക്കുന്ന സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോഴും ചെന്നു ചേരുന്ന സ്ഥലങ്ങൾ മോശമുള്ളതാകാം. എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ പ്രതികൂലമായി പോയതുകൊണ്ടോ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് കുറച്ചു കാലങ്ങളായി തെറ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാരണവും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ പോലും മറ്റു ചില ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി പോലും അറിയാതെ തെറ്റുകളിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വേദനിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതുവരെയും ഈ വ്യക്തി തപസ്സിൽ തന്നെ നിലകൊള്ളും. പക്ഷെ നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നും നിങ്ങളുമായി സംസാരിക്കണമെന്നുമൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നിങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ ശാസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിണങ്ങുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള സംസാരം, അതായത് പിണങ്ങുകയാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് അതൊരു ആശ്വാസമാണ്. എന്നാൽ നിങ്ങൾ നിശബ്ദമായിരിക്കുന്നത് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഭയത്തിലേക്ക് ആഴ്ത്തിക്കളയുന്നു. എന്തു തന്നെയായാലും ഈ പേഴ്സൺ ഇപ്പോൾ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഈ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ദൈവങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ലാത്ത പ്രവർത്തികളെല്ലാം തന്നെ, പുതിയ പുതിയ നല്ല പ്രവർത്തികളെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളെ കാണുവാൻ വേണ്ടി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി വരാം. ദൂരെയാണെങ്കിൽ പോലും നിന്നുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പരിചയമുള്ള ആൾക്കാരെ നിങ്ങളുടെ അടുത്തേക്ക് വിടാം. എന്നിങ്ങനെയുള്ള പല സാധ്യതകൾക്കും നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വായന. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ്, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.